ഹലോ ഗായ്സ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് AC കൊമേഴ്സ് പേപ്പറിലെ 16ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന നെൽസൺ മണ്ടേലയുടെ തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കായിട്ടുള്ള റൈറ്റിംഗ് ആണ്. സോ നെൽസൺ മണ്ടേലയെ കുറിച്ച് പറയുകയാണെന്ന് എനിക്കറിയാം, ഒരു സൗത്ത് ആഫ്രിക്കൻ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ തന്നെ ഒഴിവാക്കി കൂടാനാകാത്ത ഒരാളായിട്ട്, ഒരു സെൻട്രൽ ഫിഗറായിട്ട് നമുക്ക് നെൽസൺ മണ്ടേലയെ കണക്കാക്കാനായിട്ട് പറ്റുന്നതാണ്. സോ നെൽസൺ മണ്ടേലയുടെ ഫുൾ നെയിമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓലിയാല മണ്ടേല എന്നൊക്കെയാണ് മൂപ്പരുടെ ഫുൾ നെയിം എന്ന് പറയുന്നത്. സോ നമ്മൾ നെൽസൺ മണ്ടേലയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പരുടെ ഡിഗ്രി ഇരുന്നിരുന്നത് നമ്മളുടെ ലോയിൽ തന്നെയായിരുന്നു. മീൻസ് he has a BA in law degree from University of South Africa. സൗത്ത് ആഫ്രിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു BA ഒക്കെ നേടിയിട്ടുണ്ട്. അതും ലോയിലാണ് നേടിയെടുത്തിട്ടുള്ളത്. സോ നമ്മളെ ഈ സെയിം സ്റ്റോറി എന്ന് പറയുന്നത് ഒരു അഡാപ്റ്റഡ് ഫിലിം വേർഷൻ ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. സോ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താവും കൂടെയായിരുന്നു നമ്മളുടെ നെൽസൺ മണ്ടേല എന്ന് പറയുന്നത്. സോ ഇത് എന്ന് പറയുന്നത് മൂപ്പരുടെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. എ ലോങ് വാക്ക് ടു ഫ്രീഡം എന്താണ്? ഒരു നീണ്ട നടത്തം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു നീണ്ട നടത്തം എന്നുള്ള രീതിയിലാണ് ഈ ടൈറ്റിൽ തന്നെ നെൽസൺ മണ്ടേല ഇതിന് കൊടുത്തിട്ടുള്ളത്. Okay, so let's move into the text. Okay. On February 2nd, 1990, F.W. de Klerk stood before Parliament to make the traditional opening speech and did something no other than South African head of state had ever done. അങ്ങനെ പറയുന്നുണ്ട്. ഫെബ്രുവരി 2, 1990 FW de Klerk എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു? പാർലമെന്റിന് മുന്നിൽ പോയിട്ട് ഒരു സ്പീച്ച് നടത്തുകയുണ്ടായി. അതുവരെ ഒരു രാഷ്ട്രീയക്കാരനും പ്രസംഗിക്കാൻ ധൈര്യം കാണിക്കാത്ത, അല്ലെങ്കിൽ എടുത്ത് പറയാൻ കാണിക്കാത്ത ധൈര്യവും എടുത്തുകൊണ്ട് കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു സ്പീച്ച് തന്നെ നടത്തുന്നുണ്ടായി. ഓക്കെ. He truly began to dismantle the apartheid system and lay the groundwork for a democratic South Africa. അപ്പോൾ എന്താണ്? അതുവരെ അവിടെ നിലനിന്നിരുന്ന അപ്പാർത്തൈഡ് സിസ്റ്റം, അതായത് ഒരു 1948-50 കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സൗത്ത് ആഫ്രിക്കയിലെ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നുണ്ട്. അവിടെ നമുക്കറിയാം വൈറ്റ്സും ഉണ്ട്, ബ്ലാക്സും ഉണ്ട്. സോ വൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഒരു ഭാഗത്തേക്ക് സെറ്റിൽ ചെയ്യണം, ബ്ലാക്സ് ഒക്കെ ഒരു ഭാഗത്തേക്ക് സെറ്റിൽ ചെയ്യണം. അങ്ങനെ ഒരു ഡിസ്മാൻഡ്ലിംഗ് മെന്റാലിറ്റി കൊണ്ടുവന്നിരുന്നു ഗവൺമെന്റ്. സോ നമ്മളെ ഡി ക്ലർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമം എടുത്തു കളയാൻ വേണ്ടി പോവാണ്. എല്ലാവരും തുല്യരായിട്ട് സഹോദരങ്ങളെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ലോ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ. സോ ഇൻ ഡ്രമാറ്റിക് ഫാഷൻ മിസ്റ്റർ ഡി ക്ലർക്ക് അനൗൺസ് ദ ലിഫ്റ്റിംഗ് ഓഫ് ദ ബാൻസ് ഓഫ് ദ ANC. ANC means African National Congress, the PRC, which was another political party in South Africa. അതിനോടൊപ്പം തന്നെ മൂപ്പർ എന്ത് ചെയ്യാണ്? ഈ അപ്പാർത്തൈഡ് സിസ്റ്റം, ഈ വേണ്ടാതിരുന്ന ഒരു സിസ്റ്റം എടുത്തു കളഞ്ഞു. ബ്ലാക്സും വൈറ്റ്സും തമ്മിലുള്ള എന്താണ് ദേഷ്യം ഇല്ലാണ്ടാക്കാൻ തന്നെ, അവർ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആ സിസ്റ്റം എടുത്തു കളയുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ചിരുന്ന ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലും PAC പോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ബാനും മൂപ്പര് ഈ പൊളിറ്റിക്കൽ സ്പീച്ചിലൂടെ എടുത്തു കളയുന്നുണ്ട്. ഓക്കെ. The South African Communist Party and 31 other illegal organizations, the freeing of political prisoners incarcerated for non-violent activities, the suspension of capital punishment, and the lifting of various restrictions imposed by the state of emergency. The time for negotiation has arrived, he said. അപ്പോൾ എന്ത് ചെയ്യാണ്? ഈ പാർട്ടികളുടെ ഒക്കെ ബാന് എടുത്തു കളയുന്നുണ്ട്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട ആളുകളെയൊക്കെ മൂപ്പര് തുറന്നു വിടുന്നുണ്ട്. നോൺ വയലന്റ് ആക്ടിവിറ്റീസിനോ കുറ്റകൃത്യമൊന്നും ചെയ്യാതെ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഇൻവോൾവ് ചെയ്തു എന്ന പേരിൽ ജയിലിൽ അടക്കപ്പെട്ടവരെയൊക്കെ മൂപ്പര് റിലീസ് ചെയ്യുന്നുണ്ട് ഈ ഡി ക്ലർക്ക്. സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ത് ചെയ്യണം? അവിടുത്തെ ക്യാപിറ്റൽ വധശിക്ഷ എന്നുള്ള നിയമം തന്നെ എടുത്തു കളയുന്നുണ്ട് അതിൻ്റെ ഒപ്പം. ആൻഡ് ദ ലിഫ്റ്റിംഗ് ഓഫ് വേരിയസ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് എമർജൻസി. അതുവരെ ഉണ്ടായിരുന്ന രാജ്യം ഭരിച്ചിരുന്ന ഇവര് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓരോന്നായിട്ട് ഡി ക്ലർക്ക് എടുത്തു കളയാനായിട്ട് തുടങ്ങി. അതിൽ ചുരുക്കം പറഞ്ഞതായിരുന്നു നമ്മൾ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ. ഏതൊക്കെയായിരുന്നു? നമ്മളെ പാർട്ടീഡ് സിസ്റ്റം എന്നുള്ള സിസ്റ്റം ഒഴിവാക്കി നമ്മളെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, PAC പോലുള്ള പാർട്ടികളുടെ ബാൻ എടുത്തു കളഞ്ഞു. അതേപോലെ തന്നെ നമ്മളുടെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ, രാഷ്ട്രീയത്തിന്റെ പേരിൽ നിരപരാധികളെ ആയ ആൾക്കാരെ തുറങ്കിലടിച്ചപ്പോൾ അവരെ തുറന്നു വിട്ടു. അതേപോലെ തന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എടുത്തു കളഞ്ഞു. ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി?
മൂപ്പര് എടുത്തു കളയാനായിട്ട് തുടങ്ങി. ദ ടൈം ഫോർ നെഗോഷിയേഷൻ ഹാസ് അറൈവ്ഡ് ഹി സെഡ്. അതിനോടൊപ്പം മൂപ്പര് കൂടി തുടങ്ങുകയാണ് എന്ത്, ടൈം ഫോർ നെഗോഷിയേഷൻ ചെയ്യാനുള്ള സമയം എത്തിയിട്ടുണ്ട്. ഓക്കെ, it was a breathtaking moment, for in one sweeping action he had virtually normalized the situation in South Africa. അതുവരെ വയലന്റ് ആയിരുന്ന ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അതുവരെ വയലന്റ് ആയി നിന്നവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, സമാധാനത്തിലേക്ക് വരാൻ തുടങ്ങി. അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇയാളെ മൂപ്പരെ നല്ലതുപോലെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. Our world had changed overnight. ഒരു രാത്രി കണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, അതുവരെ ഉണ്ടായിരുന്ന ക്രൂവൽറ്റീസും വയലൻസും ഒക്കെ സൗത്ത് ആഫ്രിക്കയിലെ നിൽക്കാനായിട്ട് തുടങ്ങി. After 40 years of persecution and banishment, the ANC was now a legal organization. 40 കൊല്ലത്തോളായിട്ട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ ബാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അവിടെ സ്റ്റേറ്റ് അതോറിറ്റീസ്. നമ്മുടെ ഡി ക്ലർക്ക് വന്നതോടെ ആദ്യം ചെയ്യുന്നത് ഇതിന്റെ ബാൻ എടുത്ത് കളയുന്നുണ്ട്. അതെന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ലീഗൽ ഓർഗനൈസേഷൻ ആയിട്ട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ആ പൊളിറ്റിക്കൽ പാർട്ടി. I and all my comrades could no longer be arrested for being a member of the ANC, for carrying its green, yellow and black banner, for speaking its name. ഇപ്പൊ നെൽസൺ മണ്ടേല എന്ത് ചെയ്തിട്ടുണ്ട്, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ പങ്കെടുത്തു എന്നുള്ള പേരിൽ ജയിലിൽ അടക്കപ്പെട്ടവരിലുള്ള ഒരാളായിരുന്നു നെൽസൺ മണ്ടേല എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മൂപ്പര് ഭയങ്കര സന്തോഷവാനായിരുന്നു. കാരണം അവരുടെ കൊടി ഉണ്ടല്ലോ, പച്ച, മഞ്ഞ, അതേപോലെ തന്നെ ബ്ലാക്ക് നിറത്തിലുള്ള എല്ലാ കറങ്ങളും ചേർന്ന ആ കൊടി ഇനി അവർക്ക് എത്ര വേണമെങ്കിലും എടുത്തുകൊണ്ട് നടക്കാം. കാരണം ഇനി അവർ അതിന്റെ പേരിൽ ആരും തുറങ്കിലടയ്ക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ANC എന്നുള്ള പേര്, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേര് പുറത്ത് ധൈര്യമായിട്ട് പറഞ്ഞു നടക്കാം. കാരണം ഇനി അതിന്റെ പേരിൽ ആരും മൂപ്പരെ തുറങ്കിലടയ്ക്കാനായിട്ട് പോകുന്നില്ല. For the first time in almost 30 years, my picture and my words and those of all my band comrades could freely appear in South African newspapers. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് എഴുതിയിട്ടുണ്ട്, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളുടെ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരുടെ പിക്ചേഴ്സോ ബാനേഴ്സോ ഒന്നും പേപ്പറിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബാൻ അപ്ലിഫ്റ്റ് ചെയ്തതിനു ശേഷം, ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം 30 വർഷത്തിന് ശേഷം നെൽസൺ മണ്ടേലയുടെയും അതേപോലത്തെ പാർട്ടി വക്താക്കളുടെയൊക്കെ ഫോട്ടോയും അതേപോലെ തന്നെ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളും പാർട്ടിയുടെ വക്താവിന്റെ ആശയങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പേപ്പറിൽ അച്ചടിച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. Okay, the international community applauded de Klerk's bold actions. Amidst all the good news, however, the ANC objected to the fact that Mr. de Klerk had not completely lifted the emergency or ordered the troops out of the township. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതൊക്കെ ഒരു ഇന്റർനാഷണൽ അറ്റൻഷൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് നേടിക്കൊടുക്കുന്നുണ്ട്. ഈ ANC-യുടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഈ വളർച്ച കണ്ടിട്ട് ആളുകളൊക്കെ അതിനെ അഭിനന്ദിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, ഡി ക്ലർക്കിന്റെ ഈ ആശയങ്ങളെ, ഈ വക്താവിന്റെ ആശയങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയ ആളുകൾ അഭിനന്ദിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. Amidst all the good news, however, the ANC objected to the fact that Mr. de Klerk had not completely lifted the state of emergency. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്, മിസ്റ്റർ ഡി ക്ലർക്ക് രാജ്യത്തിന്റെ സ്റ്റേറ്റ് ഓഫ് എമർജൻസി കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ഓർഡർ ദ ട്രൂപ്സ് ഔട്ട് ഓഫ് ദ ടൗൺഷിപ്പ് എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി ഇതൊന്നും എടുത്തു കളഞ്ഞിട്ടില്ല മിസ്റ്റർ ഡി ക്ലർക്ക്. പക്ഷെ താൽക്കാലികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ബാനൊക്കെ അപ്ലിഫ്റ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. On February 9, 7 days after Mr. de Klerk's speech opening Parliament, I was informed that I was again going to Huis. I arrived at 6 o'clock in the evening. I met a smiling Mr. de Klerk in his office. As we shook hands, he informed me that he was going to release me from prison the following day. അപ്പോൾ ഒരു ഫെബ്രുവരി 9 എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു 7 ദിവസം കഴിഞ്ഞ്, ഡി ക്ലർക്കിന്റെ സ്പീച്ച് കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക്, നമ്മളെ ഹൂയിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നെൽസൺ മണ്ടേലയെ നമ്മൾ ഡി ക്ലർക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപാടെ തന്നെ കയ്യൊക്കെ പിടിച്ചിട്ട് മണ്ടേലയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഫ്രീ ആക്കാൻ പോവാണ്, നിന്നെ ജയിലിൽ നിന്ന് ഞാൻ മോചിതനാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. Although the press in South Africa and around the world had been speculating for weeks that my release was imminent. ആ സമയമായപ്പോഴേക്കും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കയിലെ പേപ്പേഴ്സും അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ മാധ്യമങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നെൽസൺ മണ്ടേല ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ജയിലിൽ അടച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൂപ്പരെ തുറന്നു വിടണം, മൂപ്പരുടെ റിലീസ് എന്ന് പറയുന്നത് ഇമ്മിനന്റ് ആണെന്ന് ആളുകളൊക്കെ വ്യക്തമാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ they were demanding for the റിലീസ് ഓഫ് നെൽസൺ മണ്ടേല. ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് നല്ലൊരു വക്താവാണ് നെൽസൺ മണ്ടേല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറന്നു വിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വരാനായിട്ട് തുടങ്ങിയിരുന്നു. മിസ്റ്റർ ഡി ക്ലർക്സ് അനൗൺസ്മെന്റ് നെവർത്തിലെസ് കെയിം ആസ് എ സർപ്രൈസ് ടു മീ. പക്ഷെ മിസ്റ്റർ ഡി ക്ലർക്ക് എന്നെ മോചിതനാക്കണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രസ്താവിച്ചപ്പോൾ എനിക്കൊരു സർപ്രൈസ് ആയിട്ടാണ്
തോന്നിയത്. Okay, I had not been told that the reason Mr. D. Clark wanted to meet me was to tell me that he was making me a free man. അപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ ജയിലിൽ നിന്ന് മോചിതനാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കാണാൻ വേണമെന്ന് വന്ന് ഡി ക്ലാർക്ക് പറഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് നെൽസൺ മണ്ടേല ഇവിടെ പറയുന്നുണ്ട്. I felt a conflict between my blood and brain, deeply wanted to leave prison as soon as I could. അപ്പോൾ എൻ്റെ ചോരയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ശരീരത്തിലെ തണുത്ത് വരയ്ക്കാൻ തുടങ്ങി, അത്രയും ശക്തിയോടെ തലയിലേക്ക് അടിച്ചു കയറാനായിട്ട് തുടങ്ങി. ഐ ഡീപ്ലി വാണ്ടഡ് ടു ലീവ് ദ പ്രിസൺ ആസ് സൂൺ ആസ് ഐ കുഡ്. എത്രയും പെട്ടെന്ന് ഈ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് എങ്ങനെയും പുറത്ത് കിടക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോഴാണ് മിസ്റ്റർ ഡി ക്ലാർക്കിൻ്റെ ഈ പ്രസ്താവനയും വന്നത്. But to do so much on short notice would not be wise. I thanked Mr. D. Clark and then said that at the risk of appearing ungrateful, I would prefer to have a week notice in order that my family and my organization could be prepared for my release. അപ്പോൾ എന്നെ ഓപ്പൺ ആയിട്ട് റിലീസ് ചെയ്തു നിങ്ങൾ ആരോടും പറയണ്ട, ഒരാഴ്ച നോട്ടീസ് പീരീഡ് വന്നിട്ട് റിലീസ് ചെയ്തു പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടുകാരെ എല്ലാവരോടും എനിക്ക് പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ സാധിക്കുമല്ലോ എന്ന് മണ്ടേലയും ഡി ക്ലാർക്കിനോട് പറയുന്നുണ്ട്. Simply to walk out tomorrow, I said, would cause chaos. I asked Mr. D. Clark to release me a week from that day. After waiting 27 years, I would certainly wait another 7 days. പെട്ടെന്ന് എന്നെ പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, എന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഇന്നത്തെ കൂട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ റിലീസ് ചെയ്താൽ മതി. ഓക്കെ, 27 വർഷത്തോളം ഞാൻ ജയിലിൽ കാത്തിരുന്നു, ഒരാഴ്ച കൂടെ എനിക്ക് കാത്തിരിക്കുന്നതിൽ കുഴപ്പമില്ല, ഞാൻ അടുത്ത ആഴ്ച പുറത്തിറങ്ങിക്കോളാന്ന് മണ്ടേല അവരോട് പറയുന്നുണ്ട്. D. Clark was taken aback by my response. Instead of replying, he continued to relate the plan for my release. He said that the government would fly me to Johannesburg and officially release me. പക്ഷേ ഇതൊന്നും എന്ത് കേൾക്കുന്നില്ല, ഡി ക്ലാർക്ക് കേൾക്കുന്നില്ല. മൂപ്പര് നെൽസൺ മണ്ടേലയുടെ റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞു ഇവിടുന്ന് റിലീസ് ചെയ്ത ഉടനെ നിന്നെ ജോഹന്നസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ജോഹന്നസ്ബർഗിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അവിടെ നിന്നെ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്ത് വിടും. ബിഫോർ ഹി വെന്റ് എനി ഫർദർ ഐ ടോൾഡ് ഹിം ദാറ്റ് ഐ സ്ട്രോങ്ലി ഒബ്ജക്റ്റഡ് ടു ദാറ്റ്. ഐ വാണ്ടഡ് ടു വാക്ക് ഔട്ട് ഓഫ് ദി ഗേറ്റ്സ് ഓഫ് വിക്ടർ വെസ്റ്റർ ആൻഡ് ബി ഏബിൾ ടു താങ്ക് ദോസ് ഹു ലുക്ക്ഡ് ആഫ്റ്റർ മീ ആൻഡ് ഗ്രീറ്റ് ദ പീപ്പിൾ ഓഫ് കേപ്പ് ടൗൺ. ദോ ഐ വാസ് ഫ്രം ജോഹന്നസ്ബർഗ്, കേപ്പ് ടൗൺ ഹാഡ് ബീൻ മൈ ഹോം ഫോർ നിയർലി 3 decades. അപ്പോൾ കേപ്പ് ടൗണിലാണ് ഈ ജയിലുള്ളത്. നെൽസൺ മണ്ടേല പറയുന്നുണ്ട് ജോഹന്നസ്ബർഗിൽ എൻ്റെ നാടാണ്, എന്നാലും 30 കൊല്ലത്തോളം ഞാൻ ജീവിച്ചത് ഈ അഴികൾക്കുള്ളിലാണ്. അപ്പോൾ എവിടെയുള്ള ആളുകളോടൊക്കെ നന്ദി പറഞ്ഞ് ഇതിലൂടെ തന്നെ ഈ ഗേറ്റിലൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. Okay, I would make my way back to Johannesburg, but when I chose to, not when the government wanted me to. Once I am free, I said, I will look after myself. പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്നായിരുന്നു ആവശ്യം, പക്ഷേ ഗവൺമെൻറ് എനിക്ക് തരുന്നുണ്ട്. വൺസ് ഐ ആം ഫ്രീ ഐ സെഡ് ഐ വിൽ ലുക്ക് ആഫ്റ്റർ മൈസെൽഫ്. ഒരു രീതിയിൽ ഞാൻ ഫ്രീ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, നിങ്ങൾ എന്നെ പിന്നെ ശല്യം ചെയ്യണമെന്നില്ല, നിങ്ങളെ ഞാൻ ശല്യം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് നെൽസൺ മണ്ടേല. De Klerk was again not pleased, but this time my objections caused a reaction. ഇപ്പോഴും മൂപ്പർ എന്ത് ചെയ്യുന്നില്ല, നെൽസൺ മണ്ടേല പറയുന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നെൽസൺ മണ്ടേല സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോൾ ചെറിയൊരു ഒബ്ജക്ഷൻ ഡി ക്ലാർക്കിന്റെ മനസ്സിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. He excused himself and left his office to consult with others. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരോടും കൂടെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡി ക്ലാർക്ക് ഒന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. After 10 minutes he returned with a rather long face and said, Mr. Mandela, it is too late to change the plan now. I replied that the plan was unacceptable and that wanted to be released a week hence at a Victor Westo, not Johannesburg. It was a tense moment and at the time neither of us saw any irony in the prisoner asking not to be released and his jailer attempting to release him. അപ്പോൾ വേണ്ടവരോടൊക്കെ ചോദിച്ചിട്ട് ഡി ക്ലാർക്ക് വീണ്ടും പറയുന്നുണ്ട്, പ്ലാനുകളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു, ഇപ്പം പെട്ടെന്ന് വെച്ചിട്ട് നിങ്ങളെ റിലീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേഞ്ച് ഓഫ് പ്ലാൻസ് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഡി ക്ലാർക്ക് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും നെൽസൺ മണ്ടേല പറയുന്നുണ്ട്, എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങാൻ പറ്റൂ, അതും ജോഹന്നസ്ബർഗിലല്ല, ഞാൻ കേപ്പ് ടൗണിലൂടെ ഈ അഴികൾക്കിലൂടെ ഞാൻ സ്വയം പുറത്തേക്ക് ഇറങ്ങും, അതേ എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ തർക്കിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് അവിടെ ഒരു സെന്റൻസ് നോക്കുക, ആദ്യമായിട്ടാണ് ഒരു ജയിലർ എന്നെ പുറത്തേക്ക് ഇറങ്ങണ്ട, ഇന്ന് പുറത്തേക്ക് ഇറക്കേണ്ട, ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കിയാൽ മതി എന്നുള്ള ഒരു ഐറണി അല്ലെങ്കിൽ ഒരു യൂസേജ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഒരിക്കലും ഒരാൾ ഒരു കുറ്റവാളി എങ്ങനെ പറയില്ല, എങ്ങനെയെങ്കിലും പുറത്ത് ചാടണമെന്നാവും. പക്ഷെ മണ്ടയിലേക്ക് എന്ത് ചെയ്യണം, തൻ്റെ ആളുകളുടെ മുന്നിലൂടെ തന്നെ നടന്നു പോകണം.
De Klerk again excused himself and left the room. After 10 minutes, he returned with the compromises. I could be released at Victor Westo, but no, the release could not be postponed. The government had already informed the foreign press that I was to set free tomorrow and felt they could not renege on that statement. അപ്പം നിങ്ങളെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി, ഡി ക്ലാർക്ക് മൂപ്പര് സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ ഒന്നുകൂടെ പുറത്തോട്ട് പോയി അവരോട് ചർച്ച ചെയ്തു വന്ന് പറഞ്ഞു, ഓക്കെ നിന്നെ കേപ്പ് ടൗണിലെ ഇവിടെ വിക്ടർ വേഷനിൽ തന്നെ റിലീസ് ചെയ്യാം, പക്ഷേ റിലീസ് ഡേറ്റ് മാറ്റാൻ പറ്റില്ല, തീരുമാനിച്ച പോലെ തന്നെ നാളെ തന്നെ നിങ്ങളെ റിലീസ് ചെയ്യും, അതൊക്കെ സെറ്റിൽഡ് ആണ്, ന്യൂസ് പേപ്പേഴ്സിന് എല്ലാവരും അറിയിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഫ്രീ ആക്കി എന്നുള്ളത്, അടുത്ത ആഴ്ചയ്ക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ നീ പറഞ്ഞ പോലെ സ്ഥലം വേണമെങ്കിൽ മാറ്റിത്തരാം, ജോഹന്നസ്ബർഗ് മാറ്റി കേപ്പ് ടൗണിലേക്ക് തന്നെ ആക്കിത്തരാമെന്ന് പറയുന്നുണ്ട്. felt I could not argue with that. In the end, we agreed on the compromise, and Mr. De Klerk poured a tumbler of whiskey for each of us to drink in celebration. I raised the glass in a toast, but only pretended to drink. Such spirits are strong for me. പറയുന്നുണ്ട് മൂപ്പരുടെ വാശിക്ക് മുന്നിൽ ഒരു കാര്യം ഞങ്ങളൊരു കോംപ്രമൈസിലെത്തി, ഒരാഴ്ച കഴിഞ്ഞ് റിലീസ് ചെയ്യാന്നുള്ളത് നാളെ റിലീസ് ചെയ്യും, പക്ഷേ ഒരു കോംപ്രമൈസ് എത്തി, എന്ത് ജോഹന്നസ്ബർഗിൽ റിലീസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വിക്ടർ വേസ്റ്ററിൽ തന്നെ റിലീസ് ചെയ്യാന്നുള്ളത് നമ്മളെ ആര് സമ്മതിച്ചിട്ടുണ്ട്, ഡി ക്ലർക്ക് സമ്മതിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കോംപ്രമൈസിലെത്തി. മൂപ്പര് എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് വൈൻ എനിക്ക് നീട്ടി, പക്ഷേ എൻ്റെ വിശ്വാസങ്ങൾ എന്നെ അതിന് സഹായിച്ചില്ല, അല്ലെങ്കിൽ എന്നെ സമ്മതിച്ചില്ല. ഞാൻ എന്ത് ചെയ്തു, കുടിക്കുന്ന പോലെ അഭിനയിച്ചു, ഒരു ടോസ്റ്റ് ഒക്കെ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, കുടിക്കുന്ന പോലെ അഭിനയിച്ചു, ഒരിക്കലും കുടിച്ചില്ല. ഓക്കെ, അതെൻ്റെ വിശ്വാസങ്ങൾക്ക് എതിരായതുകൊണ്ടാണെന്നാണ് മണ്ടേല പറയുന്നത്. I did not get back to my cottage until shortly before midnight, whereupon I immediately sent word to my colleagues in Cape Town that I was to be released by the following day. I managed to get a message to Winnie and I telephoned Walter in Johannesburg. അന്ന് രാത്രി എന്ത് ചെയ്യാൻ തുടങ്ങി, കോട്ടേജിൽ പോയിട്ട് തൻ്റെ മുറിക്കുള്ളിൽ പോയിട്ട് ജയിലിൽ പോയിട്ട് ഉറങ്ങാനായിട്ട് പറ്റില്ല, തൻ്റെ വേണ്ടവരെയും കൂട്ടുകാരെയും ഫ്രണ്ട്സിനെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞാൻ പുറത്തിറങ്ങാൻ പോകാനെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് കത്തുകൾ എഴുതാനോ ഇൻഫോം ചെയ്യാനോ അതേപോലെ തന്നെ ഫോൺ വിളിക്കാനൊക്കെ നെൽസൺ മണ്ടേല തുടങ്ങാണ്. They would all fly on a chartered plane the next day. That evening, a number of ANC people on what was known National Reception Committee came to the cottage to draft a statement that I would make the following day. They left in the early hours of the morning, and despite my explain, I had no trouble falling asleep. അപ്പം ചെയ്യാൻ തുടങ്ങി, അവിടെയുള്ള ആളുകളൊക്കെ ANC പീപ്പിൾസ് എല്ലാവരും നെൽസൺ മണ്ടേല വെൽക്കം ചെയ്യാൻ പ്ലെയിനും എടുത്ത് ഫ്ലൈറ്റും എടുത്ത് വരാനായിട്ട് നിൽക്കുമായിരുന്നു. ഓക്കെ, അവിടെയുള്ള ജയിലിലെ ആളുകളാണെങ്കിലോ നെൽസൺ മണ്ടേലെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മണിക്കൂറുകൾ കടന്നുപോയി, പക്ഷേ എനിക്ക് ഉറങ്ങാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, കാരണം ആളുകൾക്ക് വേണ്ടിയാണ് ജയിലിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇത്ര 27 വർഷം ഞാൻ കാത്തിരിഞ്ഞു, ഇനി മണിക്കൂറുകൾ എന്ന് പറയുന്നത് എന്താണ്, എന്നെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല. സോ ഞാൻ ആ മണിക്കൂറുകളിൽ നന്നായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞിട്ടാണ് നെൽസൺ മണ്ടേല ഈ സ്പീച്ച് ഈ ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് നമുക്ക് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.